പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടി പട്ടാമ്പി പോലീസ്. തിരുവനന്തപുരം സ്വദേശി ബിനു, ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശി റഫീഖ് എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരക്കേറിയ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിക്കുന്ന ആരാധന ജ്വല്ലറി കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ 8 പവനോളം സ്വർണം മോഷ്ടിച്ചത്. തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡുകളാക്കി തിരിഞ്ഞ് ഊർജിതമായ അന്വേഷണമാണ് നടന്നത്. CCTV ദൃശ്യങ്ങളും അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധനയും ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുമാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ഇതിനിടെ പ്രതികളിൽ ഒരാൾ രൂപമാറ്റം വരുത്തി ഇരുവരും സംഭവത്തിനു ശേഷം തിരുവനന്തപുരത്തേക്ക് കടക്കുകയും ചെയ്തു. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ കടകളിൽ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തു. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കും. ഷൊർണൂർ DYSP മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പട്ടാമ്പി CI അൻഷാദ്, SI ഉദയകുമാർ, ASI മാരായ അബ്ദുൾ റഷീദ്, ബിജു, സ്ക്വാഡ് അംഗങ്ങളായ മിജേഷ്, റിയാസ്, സജിത്, സൻഫീർ, കമൽ, സജിത്, നൌഷാദ് ഖാൻ, സന്ദീപ്, മുരുകൻ, പ്രശാന്ത് തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ 100% ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.